ശബരിമലയിൽ വീണ്ടും കുടുങ്ങി സർക്കാർ. SIT അന്വേഷിച്ച് ആഘോഷപൂർവ്വം വലിയ തിമിംഗലങ്ങളൊക്കെ വരാനുണ്ട് എന്ന് കൊട്ടിഘോഷിച്ച തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു ഗൂഢാലോചനയെന്നും SITയോട് കോടതി ചോദിച്ചതോടുകൂടി വീണ്ടും ശബരിമല വിഷയം മുഖ്യധാരയിലേക്ക് വരികയാണ്. എന്ന് മാത്രമല്ല, കണ്ഠരര് രാജീവരെ ആസൂത്രിതമായി സർക്കാർ ഇതിൽ പെടുത്തിയതാണെന്നും അങ്ങനെ പെടുത്തുന്നതിലൂടെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാനത്തെ വഴിതിരിച്ചുവിട്ട് ആസൂത്രിതമായി നടത്തിയ ശ്രമമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് തന്ത്രി തന്നെയാണ്. കോടതിയിൽ തൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ യുവതീ പ്രദർശനത്തെ അന്ന് എതിർത്തതുകൊണ്ട് ആസൂത്രിതമായി സർക്കാർ കൊടുക്കുകയായിരുന്നു എന്ന നിലപാടാണ് രാജീവർ സ്വീകരിച്ചത്. രാജീവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ബോർഡ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കുറി കൊടുക്കുകയോ ഏതാണ്ട് സംഗതികൾ എഴുതി കൊടുക്കുകയോ ചെയ്യുന്നതിനപ്പുറം ഇതിൽ ഗൂഢാലോചനയ്ക്കുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നില്ല. എന്നാൽ SIT പ്രതിയാക്കിയപ്പോൾ ഗൂഢാലോചന കുറ്റം അടക്കം ചുമത്തിയതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. തന്ത്രിയെ വ്യക്തമായി പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വരികയുണ്ടായി. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഇന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. ജാമ്യ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 40 ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം, മറ്റു പ്രതികൾക്കെല്ലാം ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ തന്ത്രിക്ക് 41 ദിവസം കൊണ്ട് ജാമ്യം ലഭിക്കത്തക്കവണ്ണമുള്ള സാഹചര്യമുണ്ടായത് കൃത്യമായിട്ടും ഒരുപാട് സംശയങ്ങൾ ഇടയാക്കുന്നു. കാരണം കോടതി വിധികൾ വായിച്ചു നോക്കുമ്പോൾ very significantly in the two crimes on hand, the crucial role of the petitioner as Tantri as Chief Priest of the Sri Ayyappa Temple at Shabarimala is evident from the opinion rendered on 18/6/2019 which was been extracted above. The aforesaid opinion, which is the anchor sheet of the entire case, an argument of the petitioner in the two crimes would clearly substantiate and establish the prima facie the bona fides of the petitioner in the entire matter. Very importantly, there is nothing on record for the matter, not even an iota of evidence from the side of the Special Investigation Team, SIT, to establish any positive involvement on the part of the petitioner in the illegal irregularity. അപ്പോൾ ഇത് പറയുന്നത് സത്യത്തിൽ അത്ര ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ നമ്മളെല്ലാവരും എടുത്ത് സ്റ്റാൻഡുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. എത്ര വലുതായാലും നിയമത്തിനതീതമായിട്ട് പൗരകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങളെല്ലാം എടുത്തു. പക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മതിയായ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു. ഇത് തന്ത്രി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരികമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹമായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം, അത് ആരും സംശയം ഉണ്ടാവില്ല. പക്ഷേ മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആശങ്ക ഞങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്ത് അന്നും പങ്കുവച്ചിരുന്നു. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ കേസിൽ അകപ്പെട്ട മുൻ 2 ദേവസ്വം പ്രസിഡന്റുമാരുടെ ജാമ്യ വിധികളുമായി ബന്ധപ്പെട്ട് ഈ വിധിയും നോക്കിയാൽ കൃത്യമാണ് SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നു. അത് കൃത്യമാണ് സംഭവം. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തിട്ടൂരങ്ങൾക്ക് നിൽക്കാതെ
ശബരിമലയുടെ പവിത്രതയെയും പരിപാവനതയെയും വിശ്വാസലക്ഷങ്ങളുടെ വിശ്വാസത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിയിട്ടുള്ള സത്യത്തിൽ അവിടേക്ക് യുവതികളെ അമ്പലത്തിനകത്തേക്ക് പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി കടത്തിവിടാനുണ്ടായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ നടയടച്ചു പോകേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അതിനുള്ള വൈരാഗ്യം തീർക്കാൻ, ആ പക തീർക്കാൻ, സർക്കാരിന്റെ പദ്ധതി പൊളിച്ചതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കിയതെന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് തള്ളിക്കളയാനാവുന്നതാണോ? ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ തള്ളിക്കളയാനാവുന്നതാണോ? സർക്കാർ ഇതിന് മറുപടി പറയണം, SIT ഇതിന് മറുപടി പറയണം. കാരണം മുൻപുണ്ടായിരുന്ന പൂർവ്വവൈരാഗ്യത്തിന്റെ പുറത്ത് അതും വിശ്വാസ ലക്ഷങ്ങൾക്ക് മനസ്സിന് വേദനിപ്പിച്ച ഏറ്റവും സങ്കടകരമായ കാര്യം യുവതീ പ്രവേശത്തിന് പേരിൽ ഉണ്ടായിട്ട് അവിടേക്ക് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ട് ശബരിമല അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചവർ, അതിന് നിൽക്കാത്തതിന്റെ പേരിലുള്ള വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ പുരോഹിതനെ, മേൽശാന്തിയെ, തന്ത്രിയെ 40 ദിവസം ജയിലിൽ കടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് ഒരിക്കലും തീരാത്ത പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതായിരിക്കും മിസ്റ്റർ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും, സംശയം വേണ്ട. രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം അംഗീകരിച്ചു തരുന്നവരല്ല കേരള സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾ ആരും നിയമത്തിൽ ഇടപെട്ടിട്ടില്ല. സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ആശങ്ക അന്നും പറഞ്ഞിരുന്നു, മതിയായ തെളിവുകൾ കൂടിയാണോ അറസ്റ്റ് ചെയ്യുന്നത് ഉറപ്പുവരുത്തണമെന്ന്. പക്ഷെ അത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം കരുതി. ഇപ്പോൾ കോടതിയുടെ ഒബ്സർവേഷൻ കൂടി വന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു അയോട്ടോ കണിക പോലുമില്ല, തെളിവിന്റെ കണിക പോലുമില്ലാതെ ഇദ്ദേഹത്തെ പോലുള്ള ഉന്നതനായിട്ടില്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ വിശ്വാസി ലോകത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ്. ഇത് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഇവരുടെ കാര്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തിനെങ്കിലും എതിരിൽ നിന്നുപോയാൽ, വിശ്വാസങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുന്നതിന്റെ തെളിവാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കത്തിൽ വീണ്ടും ഇലക്ഷൻ സമയമാവുമ്പോഴേക്കും ഇടതുമുന്നണിക്ക് കുരുക്കെന്നോണം ശബരിമല വീണ്ടും കരുത്താർജിക്കുകയാണ്. ഇടതുമുന്നണിയുടെ പല നേതാക്കളും ജയിലിൽ കിടക്കുമ്പോൾ ഈ പോറ്റിയെ കയറ്റിയതിൻ്റെയും സ്വർണ്ണക്കുള്ളയുടെയും ഉത്തരവാദിത്തം CPIM-നാണെന്ന് ആരോപിക്കുമ്പോൾ, ഇടതുമുന്നണിക്കാണെന്ന് ആരോപിക്കുമ്പോൾ, സർക്കാരിനാണെന്ന് ആരോപിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പരിധിവരെയുള്ള മോചനമായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് പ്രതിയായത്. എന്നാൽ ഇപ്പോൾ കണ്ഠരര് രാജീവരെ ബോധപൂർവം കുടുക്കിയതാണ് എന്ന തരത്തിലേക്ക് ചർച്ച വരുമ്പോൾ ശബരിമല വിഷയത്തിൻ്റെ മാനം അത് വീണ്ടും തിരിയുകയാണ്. രാഷ്ട്രീയമായി ഇത് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഹിന്ദുമത വിശ്വാസികൾക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ഈ പറയുന്ന ശബരിമലയിലെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിയെയാണ് സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കുകയായിരുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അതിന് കോടതിയും സാധൂകരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് പുതിയ തലവേദന.